ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, PSC ടിപ്സ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അത് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ലോങ് വീഡിയോ ഇട്ടുകൂടാന്ന്. ഇവിടെ PSCയുടെ ABCD പറഞ്ഞ് PSCയുടെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എങ്ങനെയാണ് PSC ഘട്ടം ഘട്ടങ്ങളായി പഠിച്ച് ജോലി കിട്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ വാങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമുക്കൊട്ടും താമസിക്കാതെ ഓരോ ടിപ്സിലോട്ട് പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു ടിപ്പല്ല, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെയൊക്കെ ഒരു വിചാരമുണ്ട്, കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നവരാണ് PSCക്ക് റാങ്ക് കിട്ടുന്നതും PSC ജോലി വാങ്ങുന്നതെന്ന് വേണം. ഒരിക്കലുമല്ല. അതാണ് ഏറ്റവും വലിയ മിഥ്യാധാരണ എന്ന് പറയുന്നത്. PSCക്ക് ജോലി കിട്ടുന്നതെന്ന് പറയുന്നത് ആ 1.25 മണിക്കൂർ നിങ്ങൾ എങ്ങനെ എക്സാം ഹാളിൽ പ്രഷർ ഇല്ലാതെ ഓക്കെ ആയിട്ട് ഓരോ എക്സാമിനും ടെൻഷൻ ഇല്ലാതെ എങ്ങനെ അതിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പോകുന്നവർ ആ 1.25 മണിക്കൂറിൽ അയ്യോ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ തലയിറങ്ങും. അയ്യോ ഈ 5 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഈ 5 ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ആദ്യത്തെ പേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ പേജ് ഓരോന്ന് കഴിയും തോറും നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരും. പക്ഷേ ആദ്യത്തെ 5 ക്വസ്റ്റ്യനിലേ കിളി പറക്കും. കിളി പറന്ന് ടെൻഷനായി BP കയറ്റി അറിയാവുന്ന ആൻസറും കൊണ്ട് കളഞ്ഞ് കുളമാക്കി വെക്കാറുണ്ട്. എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, കുറേ പഠിക്കേണ്ട എന്നൊന്നും അല്ല. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ PSC പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും കൊടുക്കുക, നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ എക്സാമും പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ സ്റ്റേജിൽ നിന്ന് ആദ്യമായി പോയി എഴുതുന്ന എക്സാമിന് 4, 5, 6, 7, 8 മാർക്കൊക്കെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ABCD അറിഞ്ഞുകൂടാതെ പോയിരുന്ന് എഴുതുന്നതായിരിക്കും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട, അന്നത്തോടുകൂടി ബുക്ക് അടച്ച് പോവേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ടിപ്പ് നമ്പർ 1 പോകാം. ഒരു PSC ഉദ്യോഗാർത്ഥി ആദ്യം പഠിച്ചെടുക്കേണ്ട ഒന്നാണ് SCERT NCERT ചാപ്റ്ററുകൾ. SCERT എന്ന് പറയുമ്പോഴത്തേക്കും 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. അതിൽ ഈ 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ പഴയ എഡിഷനും ഉണ്ട്, പുതിയ എഡിഷനും ഉണ്ട്. ഇത് രണ്ടും പഠിക്കണമെന്ന് വെച്ചാൽ ഇത് രണ്ടും പഠിക്കണം. കാരണം നമ്മുടെ പുതിയ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും സയൻസ് ഭാഗത്തു നിന്നായിരുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ടായിരുന്നെങ്കിലും കമ്പാരിറ്റീവ്ലി പുതിയ ടെക്സ്റ്റിൽ നിന്ന് കൂടുതലും സയൻസ് ഭാഗത്തു നിന്നായിരുന്നു. ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ആദ്യം SCERT ചാപ്റ്ററുകൾ പഠിക്കണം എന്ന് പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 5, 6, 7, 8, 9, 10 ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. സോ 5ാം ക്ലാസ്സിനെക്കാട്ടിയും കുറച്ചും കൂടെ അതായിരിക്കും 6. അങ്ങനെ നമ്മൾ ആദ്യമേ പഠിച്ച മുതൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര ബേർഡൻ ആയിട്ട് തോന്നത്തില്ല. പിന്നെ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ഈ PSC പഠിക്കണമെന്ന വലിയ വലിയ മോഹങ്ങളുമായിട്ട് ആദ്യമേ ചെന്നിട്ട് ബുക്ക് സ്റ്റാളിൽ പോയി ഒരു വലിയ റാങ്ക് ഫയൽ അങ്ങ് വാങ്ങിച്ചിട്ട് 3 അത് അടച്ചു വെച്ച് അതിൽ കിടന്ന് ഉറങ്ങുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു കാര്യമില്ലാതെ വെറുതെ ബുക്ക് സ്റ്റാളിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഇവിടെ കാണുന്ന എല്ലാ റാങ്ക് ഫയലും വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല. ഞാനും പണ്ട് കുറേ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബിഗിനർ ലെവലിൽ ഇതൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇങ്ങനത്തെ പാർട്ട് 1 പാർട്ട് 2 ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെ അവൈലബിൾ അല്ല. ഇതിന് പകരം വേറെ കുറച്ച് എഡിഷൻസ് വന്നിട്ടുണ്ട്, പുതിയ ടെക്സ്റ്റുകളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതും ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റുകളുടെ കാലഘട്ടം ആയതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. ഈ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഗൂഗിളിൽ നിന്ന്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി പ്രിന്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ വീട്ടിന്റെ അപ്പുറത്തെ കുട്ടികളെ നിന്നൊക്കെ വാങ്ങിച്ചെടുത്താലും മതി. SCERT സോഷ്യലും സയൻസും തീർക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ബേസിക് നോളേജ് നമുക്ക് ആവും. ഇനി എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ സിലബസ് എടുത്ത് വെച്ച് നോക്കാം. ആ സിലബസിലുള്ള ടോപ്പിക് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് മാത്രം എടുത്താലും മതി. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയിൽ എനിക്ക് തോന്നുന്നു SCERT ഏകദേശം 3 ചാപ്റ്ററേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ആ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ സിലബസിന്റെ ഒരു ഭാഗവും ഇങ്ങനെ കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും, SCERTയും കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും, നമ്മളെ ബുദ്ധിയും ബോധവും വളർന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ NCERTനെ പറ്റി പറയുകയാണെങ്കിൽ +1 +2 ചാപ്റ്റേഴ്സ് സത്യം പറഞ്ഞാൽ നമ്മളെ SCERTനെക്കാട്ടിയും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പുള്ളിനെ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു റാങ്ക് ഫയൽ ആയിരിക്കും എന്ന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സിലബസ് എടുത്ത് വെക്കുക, സിലബസിന്റെ അകത്തുള്ള ടോപ്പിക്കുകൾ എടുക്കുക, ആ ടോപ്പിക്കുകൾ ഇതിൽ ഏതൊക്കെ ചാപ്റ്ററിലുണ്ടെന്ന് നോക്കുക, ആ ചാപ്റ്റർ അങ്ങനെ തീർക്കും. NCERT അങ്ങനെ എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്രാജുവലി നമുക്കത് പഠിക്കേണ്ടി വരും. പക്ഷെ തുടക്കക്കാരെ സിലബസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. SCERT NCERTയും തീരുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഏകദേശം ലെവൽ ആയിക്കോളും. പ്രത്യേകിച്ച് NCERT തീരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ ഇതൊക്കെ കാണുമ്പോഴേ എടുത്തു വെച്ച് മറിക്കാൻ നിൽക്കരുത്. സാവധാനം തുടങ്ങി പയ്യെ കൂട്ടിയത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്ത് തുടങ്ങിയാലും പയ്യെ സാവധാനം കൂട്ടി കൊണ്ടുവന്നാൽ മതി. എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച സമയത്തോട്ട് നിങ്ങൾ എത്തും. എന്തിനാണ് ആദ്യമേ കൊണ്ട് നമ്മൾ നശിപ്പിക്കാൻ നിൽക്കുന്നത്? ഇനി അടുത്തത് ഇംഗ്ലീഷും മാത്സ് മലയാളം ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റും ഏറ്റവും കൂടുതൽ മാർക്ക് പോകാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകളുമാണ് ഈ സാധനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ +1 +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കാണെങ്കിൽ
ഇംഗ്ലീഷും മാത്സും കുറച്ചൊന്ന് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് സയൻസ് മേഖലയിൽ വലിയ പിടുത്തം കാണത്തില്ല. പിന്നെ ഈ ഡിഗ്രിയിൽ BA സബ്ജക്റ്റ് എടുത്തവർ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സാധനം എടുത്തവർക്ക് മാത്സിലൊക്കെ കുറച്ചൊന്ന് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ +1 +2 സയൻസ് ആയതുകൊണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. മാത്രമല്ല ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ആയിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷും വലിയ പ്രശ്നമില്ലാതെ പോകും. അപ്പോൾ നമുക്ക് ഈ മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം. ഗൈസ്, നമ്മൾ ഈ മാത്സ് എന്ന് പറയുന്ന സാധനം അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കണോണ്ടാണ് ഈ വലിയ പ്രശ്നം വരുന്നത്. സത്യത്തിൽ ശ്രദ്ധിച്ചിരുന്നാൽ ഒരിക്കലും ഉറക്കം വരാത്തൊരു സബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ അത് മാത്സ് ആണ്. കാരണം നമ്മളതെപ്പോഴും പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ബുദ്ധി വർക്കായാൽ മാത്രമേ അതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു മാത്സ് ബിഗിനർ ആണെങ്കിൽ ദയവ് ചെയ്ത് ആദ്യമേ ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞത് കണക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പലിശ, വലിയ വലിയ കണക്കുകൾ എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യമേ മടുക്കും. കാരണം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ലാത്ത സാധനങ്ങളാണ് ആദ്യമേ കിടക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെന്റൽ എബിലിറ്റിയിലോട്ട് പോവാം. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്ടിവിറ്റിയും കുറച്ച് രസകരമായിട്ടുള്ള സാധനങ്ങളാണ്. മറ്റേതിനെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. എന്നിട്ട് മെയിനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെടുക്കുക, ആദ്യമേ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മറ്റേ ആവറേജ്, ഫ്രാക്ഷൻ, ഡെസിമൽ ഇങ്ങനെയുള്ള സാധനം നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് എളുപ്പമുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പമുള്ളതും ചെയ്ത് പരിചയമുള്ളതായിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് തീർത്ത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഭാഗം കുറച്ച് നാണക്കേട് വരുന്ന സെക്ഷനാണ്. കാരണം വേറൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം സമയമില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുന്നു എന്നതിലല്ല കാര്യം, ഇത് എപ്പോൾ കിട്ടുന്നു എന്നതിലാണ് കാര്യം. സോ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. സ്പീഡ് കൂട്ടണമെങ്കിൽ ആകെ ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കണക്ക് കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ, പിന്നെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെ പക്ക പെർഫെക്റ്റ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയും. പിന്നെ 2 മുതൽ 12 വരെയുള്ള പട്ടിക പച്ചവെള്ളം കണക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഓരോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ചോദിക്കുകയാണ് 12 × 6 എത്ര, 12 × 8 എത്ര, പെട്ടെന്ന് നമ്മളൊന്ന് സ്റ്റക്ക് ആവും. പക്ഷെ 2 × 4 എത്ര എന്ന് ചോദിക്കുമ്പോൾ 8 എന്ന് പറയുന്നതിന്റെ അത്ര സ്പീഡ് ഇതിൽ കാണത്തില്ല. പക്ഷേ ഈ സ്പീഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ 8ന്റെ ക്യൂബ് എത്രയെന്ന് ചോദിച്ചപ്പോൾ അവൾ 64 എന്നാണ് പറഞ്ഞത്. ഇതേ കണക്കാണ് നമുക്ക് പല സാധനങ്ങളും തെറ്റുന്നത്. ക്യൂബും റൂട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മാറിപ്പോവും. എൻ്റെ അച്ഛൻ പണ്ട് പറയാറുള്ളത് പോലെ മണ്ടന്മാരെ PSCക്ക് ആവശ്യമില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റിലൂടെ സഞ്ചരിച്ച് ഒരു തെറ്റുത്തരം കണ്ടുപിടിച്ച് വെക്കും. ആ തെറ്റുത്തരം നമുക്ക് അതേ കണക്ക് ഓപ്ഷനിൽ കാണും. അപ്പം നമുക്ക് കിട്ടാത്തൊരു സന്തോഷം കാണത്തില്ല. നമ്മളതും കറപ്പിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് അതല്ല ആൻസർ, അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും. സത്യത്തിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾ എങ്ങനെ ചിന്തിക്കുന്നു അതേ കണക്ക് തന്നെ നമ്മളും ചിന്തിക്കണം. ഓക്കെ, ഈ ആൻസർ ആയിരിക്കത്തില്ല, ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നതാണെന്നുള്ള ബേസിക് നോളേജ് ഒക്കെ നമുക്ക് പയ്യെ പയ്യെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ദൃശ്യം സിനിമയിലെ ലാലേട്ടൻ്റെ അത്ര ബ്രില്യൻ്റ് ആവണം. അതായത് നമ്മൾ അയാളെ അല്ല, അയാൾ നമ്മളെയാണ് വാച്ച് ചെയ്തതെന്ന് പറയത്തില്ല. അതേ കണക്ക് നമ്മൾ വളർന്ന് വലുതാവണം. സത്യത്തിൽ ഒരുപാട് എക്സാം ഒക്കെ എഴുതി ഒരുപാട് PSC ആയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുള്ളിക്കാരനെ നന്നായി മനസ്സിലാവും. പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു, ഏത് രീതി ക്വസ്റ്റ്യൻ വരുന്നു, ഇതൊക്കെ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ എഴുതാന്നൊക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ മറ്റൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നമ്മൾ തന്നെ മെനഞ്ഞെടുത്തോളും. അതുവരെ ഒന്ന് എത്തിപ്പെടാനാണ് ഇച്ചിരി പാട്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പൊക്കോളും. ഇനി നമുക്ക് ഇംഗ്ലീഷിലോട്ട് പോകാം. ഇംഗ്ലീഷിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട സാധനമാണ് ടെൻസ്. ടെൻസ് കഴിഞ്ഞിട്ടേ എന്തും പറ്റുള്ളൂ. കാരണം ടെൻസ് വെച്ചിട്ടാണ് ബാക്കി എല്ലാം പോകുന്നത്. വൊക്കാബുലറി സെക്ഷൻ കഴിഞ്ഞാൽ വൊക്കാബുലറി സെക്ഷനിൽ വരുന്നുണ്ട്, എന്നാലും മെയിൻലി ടെൻസ് വേണം. ടെൻസ് നമ്മൾ ഏത് പാതിരാത്രി വിളിച്ചെണീപ്പിച്ച് ചോദിച്ചാലും ടെൻസ് നമ്മൾ ഫോർമാറ്റും പറഞ്ഞു കൊടുക്കണം. ഒരു സെന്റൻസ് എന്നാൽ ഇത് ഏത് ടെൻസ് ആണെന്നും പറയണം. ഈസും ബാസും വേറും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് എല്ലാം ബോധം നമുക്ക് ടെൻസ് പഠിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ ടെൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൊക്കാബുലറി സെക്ഷനൊക്കെ ഡെയിലി എടുത്താൽ ചിലപ്പോൾ ഒന്ന് മടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഫ്രേസൽ വെർബൊക്കെ എപ്പോഴും പഠിക്കാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ നിങ്ങൾക്ക് എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ മൈൻഡ് തോന്നുന്നത് അപ്പം ഇരുന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പഠിക്കുക, യാതൊരു പ്രശ്നമില്ല. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് അല്ല, ഇംഗ്ലീഷ് അല്ല, മലയാളം അല്ല, മാത്സ് ആയിട്ട് സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളൊരു 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറയുമ്പോൾ ബുക്കും പേനയൊന്നുമല്ല, സിലബസാണ്. ഇത് വേണം ഗൈസ്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു സിലബസ് വേണം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിൽ അത് പുള്ളിക്കാരനെ ഡെയിലി കണ്ട് പരിചയപ്പെടുത്തണം. നിങ്ങൾ ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും പുള്ളിക്കാരനുമായിട്ട് ഇടപെടാം. പയ്യെ നിങ്ങൾ കൂട്ടായിക്കോളും. നിങ്ങൾക്ക് എത്രാമത്തെ പേജിൽ എത്രാമത്തെ സ്ഥലത്താണ് INC കിടക്കണമെന്നും നദികൾ കിടക്കണമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കോളും. സിലബസുകൾ കാണുമ്പോഴത്തേക്കും ഈ സിലബസ് ഇല്ല, 10th ലെവലിൽ ഈ സബ്ജക്റ്റ് ഇല്ല, പക്ഷേ +2 ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. സിലബസ് നോക്കണം, സിലബസിലെ ടോപ്പിക്കുകൾ നോക്കണം, പാടുള്ളത് ഏത്, എളുപ്പമുള്ളത് ഏത് എന്നൊക്കെ ഉള്ളത് തിരിക്കുക, ടൈം ടേബിൾ തിരിക്കുക, ഇങ്ങനെ സബ്ജക്റ്റ് തിരിക്കുക. ഞാൻ പറഞ്ഞ് ഒരു വീഡിയോയിലിടാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ട സാധനം, മെയിനായിട്ടുള്ള സാധനമാണ് വായുവും വെള്ളവും നമ്മൾ പറയത്തില്ലേ. ഇതേ കണക്ക് PSC ജയിക്കാൻ വേണ്ട മെയിൻ സാധനമാണ് സിലബസും PYക്കും സിലബസും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പഠിക്കുകയും കൂടെ വേണം. അത് മറ്റൊരു സത്യം. അതായത് PYQ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു PYQ എടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടൊരു PYQ ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് ഒരു 5 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു.
അത് ബാക്കി മൈനസിലൂടെ 5 പൊക്കോളും. ശുഭം. ഇതേ കണക്ക് 5 7 ആവും, 7 10 ആവും, 10 15 ആവും, 20 ആവും. പയ്യെ 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 നിങ്ങൾ 50 മാർക്കിലോട്ട് പോകും. എല്ലാ മൈനസും കഴിഞ്ഞ് നിങ്ങളെ കയ്യിൽ എപ്പോൾ 50 മാർക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ ബിഗിനർ ലെവൽ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഡിഗ്രി ലെവലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10th ലെവൽ വരെ ഉള്ള കാര്യമാണ് പറയുന്നത്. ഏതൊരു 10th ലെവൽ എക്സാമിന് നിങ്ങൾ പോയാലും നിങ്ങൾ പഠിക്കാതെ പോയാലും നിങ്ങൾക്കൊരു 50, ഇപ്പോൾ ഞാൻ ഒരുപാട് ബ്രേക്ക് എടുത്തൊരു 3-4 മാസം PSC പഠിക്കാതെ ഒരു എക്സാം എഴുതാൻ പോവുകയാണ്. നിങ്ങളെ കയ്യിൽ 50 മാർക്ക് കിട്ടും. വെറുതെ പോയി എഴുതുന്ന എക്സാമിന് 50 മാർക്കുണ്ട് എങ്കിൽ നിങ്ങൾ ബിഗിനർ ലെവൽ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ മൈനസ്, നിങ്ങൾക്ക് 60 മാർക്കുണ്ടായിരുന്നു, -10 പോയി, നിങ്ങളുടെ കയ്യിൽ 50 മാർക്കുണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ ബിഗിനർ ലെവൽ കഴിഞ്ഞു. ഈ 50 മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ 50 മാർക്ക് കഴിഞ്ഞാൽ നിങ്ങളെ ബിഗിനർ ലെവൽ കഴിഞ്ഞു. ഇതാണ് നിങ്ങളെ ടാർഗറ്റ് എന്ന് പറഞ്ഞ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കട്ട് ഓഫിന് മുകളിൽ ഉയരുക എന്നുള്ളത്. 50 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ഓഫിന് മുകളിൽ ഉയരുന്ന ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സബ്ജക്റ്റ് PYQ, NCERT, SCERT, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഒരു ലെവലിൽ എത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പയ്യെ സിലബസ് എടുത്തിട്ട് ഓരോ ടോപ്പിക് എടുക്കുക. ഇപ്പോൾ ഓരോ ടോപ്പിക്ക് വൈറ്റമിൻസ്, INC, ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരം, 1857 റിവോൾട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ആദ്യമേ എളുപ്പമുള്ള ടോപ്പിക് വൈസ് ഒത്തിരിയൊക്കെ അറിയാവുന്ന പണ്ട് കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ച ടോപ്പിക്കുകളില്ലേ, ഈ ടോപ്പിക്കുകളൊക്കെ ആദ്യമേ കൊച്ചു ടോപ്പിക്കുകളൊക്കെ എടുത്ത് നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ പയ്യെ പഠിക്കുക. കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ബിഗിനറുകാർക്കൊക്കെ കോച്ചിങ് സെൻറ്റർ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ടിപ്സായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ ബിഗിനർ ലെവൽ ഒരു 50 മാർക്ക് വാങ്ങാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇനി ഞാൻ എൻ്റെ ബിഗിനർ ലെവൽ എങ്ങനെയാണ് കഴിഞ്ഞതെന്നൊരു ചെറിയൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ PSC ജേണി എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ PSC ജേണി സ്റ്റാർട്ട് ചെയ്യണത് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ്. എനിക്കിപ്പോൾ 22 വയസ്സായി. അതായത് 19 വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 18-19 വയസ്സിലാണ് ഞാൻ എൻ്റെ PSC ജേണി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി LGS ആണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC എന്ന് പറയുന്നത്. അതെനിക്ക് കിട്ടി. പ്രിലിംസ് ഞാൻ പാസ്സായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എക്സാം എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടി. പക്ഷേ മെയിൻസ് എഴുതിയെടുക്കാൻ പറ്റിയില്ല. കാരണം യൂണിവേഴ്സിറ്റി LGSഉം യൂണിവേഴ്സിറ്റി എക്സാമും എനിക്ക് വളരെ വളരെ അടുത്തായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി LGS, യൂണിവേഴ്സിറ്റി എക്സാം എനിക്ക് വളരെ അടുത്തായിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്താണ് എനിക്ക് എക്സാം വരുന്നത്. അതുകൊണ്ട് മെയിൻസിൽ അധികം പെർഫോം ചെയ്യാൻ പറ്റില്ല. ആ ഒരു LGS പ്രിലിംസ് വേണം എന്ന രീതിയിൽ പഠിച്ച രീതി, അതായത് ഞാൻ എക്സാം സമയത്ത് മാത്രമേ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കാറുള്ളായിരുന്നു. എക്സാമിൻ്റെ 2-3 ദിവസം മുമ്പ് സ്റ്റഡി ലീവ് തരുമല്ലോ, ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളായിരുന്നു. യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ആ സമയത്ത് പഠിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് PSCക്ക് വേണ്ടി പഠിക്കുമായിരുന്നു. എൻ്റെ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത്, കാരണം കോളേജ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് 4 മണിക്ക് എണീറ്റ് PSC പഠിക്കുമായിരുന്നു. ഫസ്റ്റ് പ്രിലിംസ് ഞാൻ എങ്ങനെ ക്രാക്ക് ചെയ്തു എന്നതിൻ്റെ ഒരു ബേസിക് ടിപ്പാണ് ഞാൻ ഇത്രയും നേരം വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾ ഈ ടിപ്പുകളൊന്നും കേട്ടില്ലെങ്കിലും ദയവേത് ഈ ടിപ്പ് കേൾക്കണം. ബി റെഡി ഫോർ സ്ട്രഗിളിങ്. അതായത് നമ്മൾ PSC സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഇൻസൾട്ട് ചെയ്ത് അങ്ങ് അറ്റം താഴ്ത്താൻ ഒരുപാട് ആൾക്കാർ വേണം. നീ ഇതിനെ PSC എടുത്തേ, നിനക്ക് വേറെ ഒരുപാട് കോഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PSCക്ക് പോയപ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. PGക്ക് പോയിക്കൂടായിരുന്നോ, BEdന് പോയിക്കൂടായിരുന്നോ, PSC എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം, PSCക്ക് ഇപ്പോൾ ആൾ വിളിക്കുന്നില്ല. ദയവ് ചെയ്ത് അതിലൊന്നും വീഴാൻ നിൽക്കരുത്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമം കാണും, സ്വാഭാവികം. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ആയിക്കോളും, നിങ്ങൾ മാറിക്കോളും. ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. ദയവ് ചെയ്ത് ശരി തന്നെ ഞാൻ അവർ പറയണ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉപയോഗം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് മാത്രം നഷ്ടം ഉണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ കണ്ടിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഓഫ് കോഴ്സ് നമുക്കുണ്ടാവും. അത് നമ്മൾ മോട്ടിവേഷനായിട്ട് അങ്ങ് എടുത്താൽ മതി. നമുക്കിങ്ങനെ തളർന്നൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മോട്ടിവേഷൻ കിട്ടണം, അത് നല്ല കാര്യമല്ലേ. നമുക്ക് ഫ്രീ ആയിട്ടൊരു മോട്ടിവേഷൻ കിട്ടിയെന്നങ്ങ് വിചാരിച്ചാൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഷമിച്ച് ഇരിക്കരുത്. നിങ്ങൾക്ക് ഒരു ലാഭവും വരാൻ പോകില്ല. അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് മനസ്സിലായി, അതൊക്കെ യൂസ്ഫുൾ ആയെന്ന് കേട്ടു. ഐ ആം സോ ഹാപ്പി. നിങ്ങൾ ഇത്രയും റെസ്പോൺസ് തരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിലൊക്കെ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത് കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്തോറും, നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ കൂടുന്തോറും വീണ്ടും വീണ്ടും പുതിയ വീഡിയോയിലുള്ള ഒരു പ്രചോദനം എനിക്ക് കിട്ടും. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വലിയ റെസ്പോൺസൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടാൻ ഞാൻ നല്ല ലേറ്റായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായി. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തോ കമൻറ്റ് ചെയ്തോ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്നോ, ഞാൻ പറഞ്ഞ തെറ്റാണെന്നോ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെന്തോ വേണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അപ്പോഴത്തേക്കും ബൈ.